കൃത്യം 10:30 രാജിയും കുടുംബവും ബന്ധുക്കളായിട്ട് കുറച്ചു പേരും കാൽനടയായി അടുത്തുള്ള ദേവീക്ഷേത്രത്തിലേക്ക് പോയി. അവിടുത്തെ ദേവസ്വം ജീവനക്കാരൻ ഇടുങ്ങിയ ഒരു മുറി ഒരുക്കത്തിനായി അവർക്ക് സൗകര്യപ്പെടുത്തി കൊടുത്തു. 11:30 കൃഷ്ണരാജും കൂട്ടരും ഒരു കാറിൽ വന്നിറങ്ങി. 12 മണിക്ക് മുമ്പായി മാലയിടലും മറ്റു ചടങ്ങുകളും തീർത്ത് വീട്ടിലേക്ക് മടങ്ങി. രാജിയുടെ ചെറിയമ്മ വധൂവരന്മാരെ താലവും വിളക്കുമേന്തി എതിരേറ്റു. വൈകുന്നേരം കൃഷ്ണരാജന്റെ സുഹൃത്തുക്കളെ യാത്രയാക്കാൻ ഗേറ്റ് വരെ രാജിയും കൂടെ ചെന്നു. പിന്നീട് കുടുംബക്കാർ ഒത്തുകൂടിയുള്ള സംഭാഷണം രാത്രിയിൽ ഭക്ഷണം കഴിക്കുവോളം നീണ്ടു. ഭക്ഷണം കഴിഞ്ഞ ഉടനെ എല്ലാവരും അവരവരുടെ മുറികളിൽ സ്ഥാനം പിടിച്ചു. രാജി ചെറിയമ്മയെ സഹായിച്ച് അടുക്കളയിൽ തന്നെ കൂടി. കിടന്ന് മുഷിച്ചിൽ തോന്നി തുടങ്ങിയ കൃഷ്ണരാജ് അവിടെ ടേബിളിന്മേൽ കണ്ട പുറന്താള് നഷ്ടപ്പെട്ട മാസികയെടുത്ത് മറിച്ചു നോക്കാൻ തുടങ്ങി. പണിയൊക്കെ തീർത്ത് മുറിയിലേക്ക് വന്ന രാജി അലസമായി മാസികത്താളുകൾ മറിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണരാജിനെ നോക്കി വാതിൽക്കൽ തന്നെ നിന്നു. താനെന്താടോ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ഞാൻ ഈ പുസ്തകത്താളുകൾ മറിക്കുന്നുണ്ടെന്നേ ഉള്ളൂ, ശ്രദ്ധ മുഴുവൻ അങ്ങോട്ട് തന്നെ. കൃഷ്ണരാജ് പറഞ്ഞു. എന്താ ഇത്ര വൈകിയത്? ബെഡിനരികിൽ വന്നു നിന്ന രാജിയോടായി കൃഷ്ണരാജ് ചോദിച്ചു. അടുക്കളയിൽ ചെറിയമ്മയെ സഹായിക്കുകയായിരുന്നു. നേരത്തെ ശബ്ദത്തിൽ രാജി മൊഴിഞ്ഞു. ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ, പണിയെല്ലാം അനിയത്തിമാർക്ക് വിട്ടുകൊടുത്തിട്ട് തനിക്ക് ഇങ്ങനെ നേരത്തെ വരാൻ പാടില്ലായിരുന്നു. വൈകിയപ്പോ ഞാൻ കരുതി താൻ ആ ചെറിയമ്മയുടെ കൂടെ കിടന്നു കാണുമെന്ന്. അവൻ രാജിയെ പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ചു. അവന്റെ കൈകളിൽ നിന്നും രാജി കുതറി. പുതുപ്പെണ്ണിന്റെ നാണം മാറാൻ വഴിയുണ്ട്, താനിങ്ങ് വന്നേ. അവൻ രാജിയെ വലിച്ച് കിടക്കയിലേക്ക് ഇട്ടു. മുഖത്തോടടുക്കുമ്പോൾ തെന്നി മാറാൻ ശ്രമിച്ച രാജിയെ പൊതിഞ്ഞുകൊണ്ടവൻ കിടക്കയിൽ കിടന്നുരുണ്ടു. അവൻ പറഞ്ഞതുപോലെ അവളുടെ നാണമെല്ലാം കാറ്റിൽ പറന്നപ്പോൾ ആ മുറിയിൽ അവശേഷിച്ചത് അവർ രണ്ടുപേരുടെയും അണപ്പ് മാത്രം. ആട്ടുകല്ലിന്റെ കടകട ശബ്ദം കേട്ടാണ് രാജി ഉറക്കമുണർന്നത്. നോക്കിയപ്പോ നേരം അധികമൊന്നും ആയിട്ടില്ല. ഇത്ര രാവിലെ എഴുന്നേറ്റത് ചെറിയമ്മ തന്നെ ആയിരിക്കുമെന്ന് അവൾ ഊഹിച്ചു. തന്നെ ചുറ്റിയിരിക്കുന്ന കൃഷ്ണരാജന്റെ കൈ സാവധാനം എടുത്തു മാറ്റിയിട്ട് രാജി എഴുന്നേറ്റു. അടുക്കളയിലേക്ക് നടക്കുമ്പോൾ ചെറിയൊരു വല്ലായ്മ തോന്നാതെ ഇരുന്നില്ല. ചെറിയമ്മ എഴുന്നേറ്റിട്ട് ഏറെ നേരമായോ? ആട്ടുകല്ലിന്റെ മറുവശം ഇരുന്ന് ചെറിയമ്മയുടെ കൈയിന്മേൽ കൈവയ്ക്കുന്നതിനിടയിൽ അവൾ ചോദിച്ചു. ഏയ്, ഇത്തിരി ആയതേ ഉള്ളൂ. മോള് ഇവിടെ ഇരിക്കേണ്ട. അവന് കിടക്കച്ചായ കുടിക്കുന്ന ശീലമുണ്ടെങ്കിലോ? ചെറിയച്ഛന്റെ കാര്യം മോക്ക് അറിയാമല്ലോ. രാവിലെ കിടക്കയിൽ ഇരുന്നു കൊണ്ട് ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചില്ലെങ്കിൽ പിന്നെ പറയണ്ട പുകില്. അന്ന് മുഴുവൻ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ വല്ലാത്ത അരിശമായിരിക്കും. രാജി എഴുന്നേറ്റ് അടുപ്പിൽ തീപൂട്ടി ചായ ഉണ്ടാക്കി അതുമായി കൃഷ്ണരാജിന്റെ അടുത്തേക്ക് നടന്നു. അവൻ ഉറക്കമുണർന്നിട്ടുണ്ടായിരുന്നില്ല. ചായ ഗ്ലാസ് മേശമേൽ വെച്ച് വിളിക്കാനാഞ്ഞതാണ്. പിന്നെ ആരോ വിലക്കിയതുപോലെ കൈ പിൻവലിച്ചു. തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതായിരുന്നു. അപ്പോഴാണ് നൈറ്റിയിൽ പിടുത്തം വീണത്. അങ്ങനെ അങ്ങ് പോയാലോ? ഇതാർക്കാ ചായ? കൃഷ്ണരാജ് ചോദിച്ചു. അപ്പോ കള്ളുറക്കായിരുന്നു ഇല്ലേ? ചായ കൃഷ്ണരാജിന് തന്നെയാ. ഉറക്കമാണെങ്കിൽ ശല്യപ്പെടുത്തണ്ടല്ലോ എന്ന് കരുതിയാ അവിടെ വെച്ചത്. കൃഷ്ണരാജോ? അവൻ പുരികം വളച്ചു. എടി ഡ്രൈവറെ, ഭർത്താവിന് തന്റെ പേരെടുത്ത് വിളിക്കണം. പറഞ്ഞതിന്റെ തെറ്റിനെ ഓർത്ത് രാജി മുഖം കുനിച്ചു. ഞാനൊരു തമാശ പറഞ്ഞതാ. അല്ലെങ്കിലും ഒരു പേരിൽ എന്തിരിക്കുന്നു? കൃഷ്ണരാജെങ്കിൽ കൃഷ്ണരാജ്. താൻ അങ്ങനെ വിളിക്കുന്നതാ എനിക്കിഷ്ടം. പെട്ടെന്ന് അവൾക്കുണ്ടായ മാറ്റം ശ്രദ്ധിച്ച് കൃഷ്ണരാജ് പറഞ്ഞു. ആ, എനിക്ക് ഈ വെറും വയറ്റില് ചായ ശീലമില്ല കേട്ടോ. പിന്നെ താൻ കൊണ്ടുവന്നതല്ലേ, അത് മടക്കണ്ട. കൃഷ്ണരാജ് ചായ ഗ്ലാസ് ചുണ്ടോടടുപ്പിച്ചു. അന്നൊരു ഞായറാഴ്ച ദിവസം പതിവിൻപടി തൂമ്പയുമായി പറമ്പിലോട്ട് ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു കമ്മാരൻ. അപ്പോഴാണ് പറമ്പിൽ നിന്ന് മറ്റൊരു തൂമ്പ ശബ്ദം കേട്ടത്. നോക്കിയപ്പോൾ തെങ്ങിൻ തോപ്പിൽ പണിയുന്ന കൃഷ്ണരാജിനെയാണ് കണ്ടത്. അവന്റെ പണി നോക്കി നിൽക്കെ കമ്മാരന്റെ കണ്ണിൽ നിന്നും സന്തോഷാശ്രുക്കൾ പൊഴിയാൻ തുടങ്ങി. ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകാൻ സാധിക്കാത്ത ആ പിതാവിന്റെ മനസ്സിൽ മരുമകനോടുള്ള വാത്സല്യം നുരഞ്ഞു പൊങ്ങി. സമയം 10 ആകാറായി. ഇവിടെ ഒരാള് വെറും വയറോടെ തൂമ്പയും കൊണ്ട് ഇറങ്ങിയതാ. ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് മുറ്റത്തേക്കിറങ്ങിയ രാജി കമ്മാരനെ കണ്ട് നിശബ്ദയായി. അവനൊന്നും കഴിച്ചില്ലേ മോളെ? ഇല്ലച്ചാ, ഉറക്കമേറ്റ ഉടനെ പോന്നതാ.
എന്താ മോളെ ഇങ്ങനെയൊക്കെ? സമയത്തിന് ആഹാരം കൊടുത്തൂടെ നിനക്ക്? കമാരൻ രാജിയെ കുറ്റപ്പെടുത്തി. ഞാൻ വിളിക്കാൻ ഇറങ്ങിയതാണച്ചാ. എന്നാ വേഗം ചെല്ല്. കമാരൻ തിരികെ ഉമ്മറത്ത് വന്ന് ചാരുകസേരയിൽ അമർന്നു. എന്താ കൃഷ്ണേ, നിനക്ക് വിശപ്പൊന്നുമില്ലേ? സമയം എന്തായിന്ന് അറിയാമോ? കൃഷ്ണരാജിന്റെ കയ്യിൽ നിന്ന് തൂമ്പ പിടിച്ചു വാങ്ങി രാജി ചോദിച്ചു. ശരിയാ, ഒരു പണിയിൽ ഏർപ്പെട്ട പിന്നെ ദാഹമോ വിശപ്പോ ഒന്നും അറിയില്ല. അതെന്റെ ഒരു ശീലമായി പോയി. കയ്യിലെ പൊടിമണ്ണ് തട്ടിക്കളയുന്നതിനിടയിൽ കൃഷ്ണരാജ് പറഞ്ഞു. ഓ പിന്നെ, പറയുന്നത് കേട്ടാ തോന്നും ഇയാളൊരു മുഴുവൻ സമയ പണിക്കാരനാണെന്ന്. ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫയലിന്റെ മുമ്പിൽ കുമ്പിടലല്ലേ സാറിന്റെ ജോലി. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ദേഹം നന്നായി ഒന്ന് വേർക്കുന്നത് നല്ലതാ. ദേ, താൻ എന്റെ കയ്യിൽ നിന്ന് വാങ്ങും. പഞ്ചായത്തിന് നിൽക്കാതെ ചെന്ന് ചായ എടുത്തു വെക്കാൻ നോക്ക്. കപട ദേഷ്യം വരുത്തി അവൻ രാജിയെ പിടിച്ചൊരു തള്ളു കൊടുത്തു. എവിടെ പോയി രണ്ടു ഗുണ്ടാമണികളും? അവധി ദിവസമായിട്ടും രണ്ടിനെയും പുറത്തൊന്നും കണ്ടില്ലല്ലോ. പ്രാതലിന് മുൻപിൽ ഇരിക്കുമ്പോൾ കൃഷ്ണരാജ് ചോദിച്ചു. മുറിയിലുണ്ടാവും, രണ്ടുപേരും പിണക്കത്തിലാ. കൃഷ്ണരാജ് മൂളി. അടുത്ത മാസം കോളേജിൽ നിന്ന് വിനോദയാത്ര പോകുന്നുണ്ടത്രേ. അവർക്ക് പോകണമെന്ന്. രൂപ 1000 വേണ്ടത്. രണ്ടുപേർക്കും ആകുമ്പോ 2000. ചെലവിന് 1000വും. ആകെ കൂടി 3000 രൂപയോളം ആവും. 3000 പോയിട്ട് 3 രൂപ പോലും ഇവിടെ ഇല്ലെന്ന് പറഞ്ഞ അവർക്ക് മനസ്സിലാകണ്ടേ? ഒടുവിൽ അച്ഛൻ പറഞ്ഞു, മുറ്റത്ത് കിടക്കുന്ന മരത്തിൽ നിന്ന് ഇഷ്ടം പോലെ പറിച്ചോളെ. അതിനാ പിണക്കം. എന്നിട്ട് ആ മരത്തെക്കുറിച്ച് അച്ഛൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ചിരിച്ചുകൊണ്ട് കൃഷ്ണരാജ് പറഞ്ഞു. എടി ഡ്രൈവറെ, കൃഷ്ണയോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ അങ്ങനെ വിളിക്കരുതെന്ന്. ഡ്രൈവർ വിളി കേട്ടപ്പോൾ രാജയുടെ മുഖം വാടി. ഓ സോറി. സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളതാ ഒരൊറ്റ വിനോദയാത്രയ്ക്കെങ്കിലും പോകണമെന്ന്. എനിക്കതിന് സാധിക്കില്ല എന്ന് അറിഞ്ഞിട്ടും അമ്മാവന്റെ കാരുണ്യം കൊണ്ടാ സ്കൂൾ പഠനം പൂർത്തിയാക്കിയത്. അമ്മാവ മരിച്ചതോടെ അമ്മായിയുടെയും മക്കളുടെയും സ്നേഹം തലതിരിഞ്ഞു. അടിച്ചിറക്കുന്നതിന് മുമ്പ് ഇറങ്ങി പോന്നതാ ഏറ്റവും വലിയ ഭാഗ്യം. പിന്നീട് നാടുതണ്ടലും കൂലിപ്പണി ചെയ്യലും അതിനിടയിലുള്ള കോളേജ് പഠനവും ഒക്കെയായി ഒരു ഗതികെട്ട ജീവിതമായിരുന്നു എന്റേത്. അതിനിടയിൽ ആശകൾക്കൊക്കെ എന്ത് പ്രസക്തിയാണുള്ളത്? ആഗ്രഹങ്ങൾ അടിച്ചമർത്തുമ്പോഴുള്ള മനസ്സിന്റെ വിങ്ങൽ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളവനാണ് ഞാൻ. അതുകൊണ്ട് എന്റെ അനിയത്തിമാർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാൻ പാടില്ല. നീ അവരെ വിളിക്ക്. രാജിക്ക് അവരെ വിളിക്കാൻ മെനക്കെടേണ്ടി വന്നില്ല. എല്ലാം കേട്ട് വാതിൽക്കൽ മറിഞ്ഞിരിപ്പുണ്ടായിരുന്നു അവർ. അത് ശരി, നിങ്ങൾ എവിടെ തന്നെ ഉണ്ടായിരുന്നോ? ചേട്ടൻ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടോ? കൃഷ്ണരാജിന്റെ ചോദ്യത്തിന് അജിനയും ബിന്ദുവും ഒരേപോലെ തലയാട്ടി. ഈ ചേട്ടൻ ഇവിടെ ഉള്ളപ്പോ നിങ്ങൾ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട. അച്ഛൻ സമ്മതിച്ചാലല്ലേ? അജിന കെറിവിച്ചു. അതൊക്കെ ഞാൻ ഏറ്റു. ഇപ്പൊ നമ്മൾ എല്ലാവരും കൂടി ഒരു സ്ഥലം വരെ പോവുകയാണ്. നിങ്ങൾ പെട്ടെന്ന് റെഡിയായി വാ. പറയുന്നത് കേൾക്കേണ്ട താമസം രണ്ടുപേരും മുറിയിലേക്ക് ഓടി. തന്നോടും കൂടെയാ പറഞ്ഞത്. എങ്ങോട്ടാ? രാജി ചോദിച്ചു. അറിഞ്ഞാലേ ശരിയാകുന്നുണ്ടോ? അതല്ല, ആഗ്രഹം കൊണ്ട് ചോദിച്ചതാ. എന്നാ നമ്മൾ ഇന്നൊരു ഫിലിം കാണാൻ പോകുന്നു. എന്താ, രാജിക്ക് ഇഷ്ടല്ലേ? വേണ്ട കൃഷ്ണേ, അതൊന്നും അച്ഛന് ഇഷ്ടാവില്ല. ആര് പറഞ്ഞു ഇഷ്ടാവില്ലെന്ന്? താൻ കണ്ടോ, ഇന്ന് നമ്മളോടൊപ്പം അച്ഛനും ഉണ്ടാവും. ആ പൂതി മനസ്സിലിരിക്കേയുള്ളൂ. ഈ പ്രായം വരെ അച്ഛനൊരു സിനിമ കണ്ടിട്ടുമില്ല, നമ്മളെയൊട്ട് കാട്ടിയിട്ടുമില്ല. പിന്നെ ഇനി ശരി, ഞാനൊന്ന് നോക്കട്ടെ. കൃഷ്ണരാജ് ഉമ്മറത്തേക്ക് ചെന്നു. ഫിലിം കഴിഞ്ഞു വന്ന് വാതിൽ തുറക്കുന്നതിനിടയിലാണ് ആ കടലാസ് ചുരുൾ രാജിയുടെ കണ്ണിൽ പെട്ടത്. സംശയത്തോടെ അവൾ ആ കടലാസ് ചുരുൾ എടുത്ത് നിവർത്തി വായിച്ചു. അതിനുശേഷം അവൾ അത് കൃഷ്ണരാജിന് നേർക്ക് നീട്ടി. എല്ലാവരുടെയും കണ്ണുകൾ ആ കടലാസ് കഷ്ണത്തിലേക്ക് നീണ്ടു. നാളെ ജൂൺ 30. ആ വീട്ടിലെ നിന്റെ ലാസ്റ്റ് ഡേറ്റ്. വഞ്ചനയ്ക്ക് മരുന്ന്, വെടിയുണ്ടകൾ. ഓർമ്മ കാണണം, ബോസ്. ഇതായിരുന്നു ആ കടലാസിലെഴുതിയ വരികൾ. അത് വായിച്ചതോടെ കൃഷ്ണരാജിന്റെ മുഖത്ത് വിവേചിച്ചറിയാനാവാത്ത ഭാവം മിന്നിമറിഞ്ഞു. എല്ലാവരും നോക്കി നിൽക്കെ അവന്റെ കണ്ണുകൾ ചുവന്നു. കടുത്ത ദേഷ്യത്തോടെ പല്ലുകൾ ഞെരിച്ചുകൊണ്ട് അവൻ ആ കടലാസ് കുനുകുന വലിച്ചു കീറി ദൂരെ എറിഞ്ഞു. കൃഷ്ണരാജിന്റെ അപരിചിതമായ പെരുമാറ്റത്തിൽ
രാജി പോലും അമ്പരന്നു. ആരെ കൃഷ്ണ ഈ ബോസ്? ദേഷ്യം കൊണ്ട് വിളറി പിടിച്ചു നിൽക്കുകയായിരുന്ന കൃഷ്ണരാജിന്റെ തോളത്ത് കൈവച്ച് മൃദുല സ്വരത്തിൽ രാജി ചോദിച്ചു. ഏ? രാജിക്ക് നേരെ വെട്ടിത്തിരിഞ്ഞ കൃഷ്ണരാജ് അവളെ ഇതുവരെ കാണാത്തതുപോലെ തുറച്ചു നോക്കി. സാവധാനം ആ നോട്ടം മറ്റു മൂവരിലേക്ക് നീണ്ടു. പൊടുന്നനെ ഒരിക്കൽ കൂടി അവരെയെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ കൃഷ്ണരാജ് ശബ്ദിച്ചു. ആ, അതാ ഞാനും ആലോചിക്കുന്നത്. ആരായിരിക്കും ഈ ബോസ്? അപ്പോ മോന് ഇതേക്കുറിച്ച് ഒന്നും അറിഞ്ഞൂടാന്നാണോ? നഷ്ടപ്പെട്ട ശബ്ദം വീണ്ടെടുത്ത് കമാരൻ ചോദിച്ചു. എനിക്ക് എങ്ങനെ അറിയാം? ഇപ്പോ ഓരോരോ തട്ടിപ്പ് സംഘങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് കേട്ടു. ഇനി അവർക്കെങ്ങാനും വീട് മാറിപ്പോയതായിരിക്കുമോ എന്നാണ് എന്റെ സംശയം. കൃഷ്ണ എന്തിനാ അത് കീറിക്കളഞ്ഞത്? നമുക്ക് പോലീസ് റിപ്പോർട്ട് ചെയ്യാമായിരുന്നില്ലേ? രാജി നീരസം പ്രകടിപ്പിച്ചു. എന്നാ ജോറായി. വാദിയെ പ്രതിയാക്കുന്ന പോലീസാ. തൽക്കാലം നമുക്ക് ഒന്നേ ചെയ്യാനുള്ളൂ. ഇങ്ങനെ ഒരു കടലാസ് കഷ്ണം നമുക്ക് കിട്ടിയിട്ടില്ല, അത്ര തന്നെ. എല്ലാവരും ഭയപ്പാടോടെ കണ്ണിൽ കണ്ണിൽ നോക്കി നിൽക്കെ കൃഷ്ണരാജ് അകത്തേക്ക് കയറിപ്പോയി. ആ സംഭവത്തിന് ശേഷം കൃഷ്ണരാജിൽ വന്ന മാറ്റം രാജി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഓഫീസിൽ നിന്ന് വന്ന ഉടനെ വീട്ടിലും പറമ്പിലുമായി ഓടി നടന്നിരുന്നയാൾ എത്ര പെട്ടെന്നാണ് മാറിയത്. ഇപ്പൊ സദാസമയവും മുറി അടച്ചിരുന്ന് ഏതോ ആലോചനയിലാണ്. രാത്രി 12 മണിയായാലും താൻ ചെല്ലുന്നത് വരെ ഉറക്കം വിളിച്ചിരുന്നയാൾ ഇപ്പോൾ ഊണ് കഴിച്ചെന്ന് വരുത്തി മുറിയിൽ കയറി ഉറക്കം പിടിക്കും. അത് കള്ള ഉറക്കമാണെന്ന് മനസ്സിലാക്കിയ രാജി അന്ന് മുറിയിൽ കയറിയ ഉടനെ അവനെ കുലുക്കി ഉണർത്തി. താൻ എന്താ കിടക്കുന്നില്ലേ? കൃഷ്ണരാജിന്റെ ചോദ്യത്തിന് മറുപടിയായി രാജിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് ഒലിച്ചിറങ്ങി. താൻ കരയുക? രാജിയുടെ കണ്ണുനീര് കണ്ടതോടെ കൃഷ്ണരാജ് ബെഡിൽ എഴുന്നേറ്റിരുന്നു. അപ്പോഴേക്കും അവളുടെ കരച്ചിലിന് ശക്തി കൂടി. ഏയ്, എന്താണിത്? കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ. അച്ഛനെങ്ങാനും കേട്ടാ എന്തു കരുതും? അവൻ രാജിയുടെ കവിളിലൂടെ ഒലിച്ചിറങ്ങിയ മിഴിനീർ തുടച്ചു കളഞ്ഞു. വാ, കിടക്ക്. കിടക്കാം. അതിനു മുമ്പ് കൃഷ്ണയുടെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയണം, വിതുമ്പിക്കൊണ്ടവൾ പറഞ്ഞു. താൻ അറിയാത്തതൊന്നും എന്റെ മനസ്സിലില്ല മോളെ. കൃഷ്ണരാജ് അവളെ ചേർത്ത് പിടിച്ചു. എനിക്കറിയാം കൃഷ്ണ നുണ പറയുകയാണെന്ന്. ആ കടലാസ് കിട്ടിയ അന്നു മുതലല്ലേ നീ ഇങ്ങനെ മൂടൗട്ട് ആവാൻ തുടങ്ങിയത്? ഏത് കടലാസ്? ആ നിമിഷം അവന്റെ മുഖം പാടെ മാറി. എന്റെ അടുത്ത് നിന്റെ അഭിനയം ഒന്നും കാട്ടണ്ട. നിനക്കറിയാം ആ ബോസ് ആരാണെന്ന്. അയാൾ അത് എഴുതി ഇവിടെ കൊണ്ടുവച്ചത് നിനക്ക് വേണ്ടിയല്ലേ? പറ, ഇത്ര നാളും നീ എന്നെ വഞ്ചിക്കുകയായിരുന്നില്ലേ? എന്തെങ്കിലും ഒന്ന് പറ. അവളെ തുറച്ചു നോക്കിയായിരുന്ന കൃഷ്ണരാജിന്റെ ചുമൽ പിടിച്ചുലച്ചുകൊണ്ട് അവൾ ചോദിച്ചു. ഇല്ല മോളെ, തന്നെ വഞ്ചിക്കാൻ ഈ കൃഷ്ണയ്ക്കാവോ? അവൻ എന്തോ പരതുന്നത് പോലെ രാജിയുടെ തലയിലുടനീളം തലോടിക്കൊണ്ടിരുന്നു. ആരോരുമില്ലാതെ അലഞ്ഞു നടക്കുകയായിരുന്ന എനിക്ക് അപ്രതീക്ഷിതമായിട്ടാണ് 2 സുഹൃത്തുക്കളെ കിട്ടിയത്. എന്റെ അവസ്ഥ അറിഞ്ഞ അവർ മനഃപൂർവ്വം അവരുടെ വലയിൽ കുടുക്കുകയായിരുന്നു. ആ വല ചതിയുടേതാണെന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും രക്ഷപ്പെടാൻ പറ്റാത്തത്ര ഉള്ളിലായി കഴിഞ്ഞിരുന്നു. എങ്കിലും ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ. കൃഷ്ണ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോ ഇത്രയും മനസ്സിലാക്കിയാ മതി. ദയവ് ചെയ്ത് ഇനി താൻ എന്നോട് ഒന്നും ചോദിക്കരുത്. കൃഷ്ണരാജിന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിയ രാജി പിന്നീട് അവനോടൊന്നും ചോദിച്ചില്ല. ദിവസങ്ങൾ അടർന്നുപോയി. ഒരു ദിവസം രാത്രി നേരത്തേക്കുള്ള ആഹാരം ഒരുക്കി അടുക്കള വൃത്തിയാക്കുകയായിരുന്നു രാജി. അപ്പോഴാണ് പുറത്തൊരു വാഹനത്തിന്റെ ഇരമ്പൽ കേട്ടത്. ഇവിടത്തേക്ക് വാഹനത്തിൽ വരേണ്ടവർ ആര് എന്നറിയാനുള്ള ജിജ്ഞാസയോടെ ചൂല് മൂലയ്ക്ക് വെച്ച് എളിയിൽ കയറ്റി കുത്തിയിരുന്ന സാരി അഴിച്ചിട്ട് രാജി ഉമ്മറത്തേക്ക് ചെന്നു. അപ്പോഴേക്കും കമ്മാരൻ ആഗതരെ സ്വീകരിച്ചിരുത്തി. പെങ്ങക്ക് ഞങ്ങളെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു, അതിലൊരുവൻ രാജിയോടായി ചോദിച്ചു. നിങ്ങൾ കൃഷ്ണയുടെ സുഹൃത്തുക്കളല്ലേ? അന്ന് കല്യാണത്തിന് വന്ന? ആ, അപ്പൊ മറന്നിട്ടില്ല. കൃഷ്ണരാജ് ജോലി കഴിഞ്ഞ് എത്തിയില്ലായിരിക്കും അല്ലേ? ഇല്ല, എത്താറാകുന്നതേ ഉള്ളൂ. നിങ്ങൾ സംസാരിച്ചിരിക്കുക, ഞാൻ ചായ എടുക്കാം. രാജി അകത്തേക്ക് നടക്കാൻ ഒരുങ്ങി. അയ്യോ വേണ്ട, ഇന്നത്തെ ഞങ്ങളുടെ ചെലവ് മുഴുവൻ കൃഷ്ണരാജിന്റെ വക പുറത്തു നിന്ന്. പാർട്ടി തരാം എന്ന് പറഞ്ഞ് മുങ്ങി നടക്കുന്നവനാ. ഇന്ന് അവനെ കയ്യോടെ പൊക്കാനാ ഞങ്ങൾ വന്നത്. ഇതാ, ഈ പൊതിയൊന്ന് അകത്തേക്ക് വെച്ചോ. എന്താ അത്? രാജി ചോദിച്ചു.
അത് കൃഷ്ണരാജിന് ഞങ്ങളുടെ വക വൈകിയുള്ള ഒരു പ്രസന്റേഷൻ. രാജി പൊതി അകത്ത് വെച്ച് തിരികെ എത്തിയപ്പോഴേക്കും കൃഷ്ണരാജ് ഗേറ്റ് കടന്നു വരുന്നത് കണ്ടു. ഉമ്മറപ്പടി കയറാൻ ഒരുങ്ങവേ ആഗതരെ കണ്ട കൃഷ്ണരാജ് അവിടെ തറഞ്ഞു നിന്നു. ഞങ്ങളെ പറ്റിച്ച് കൂടുതൽ കാലം കഴിയാമെന്ന വ്യാമോഹമൊന്നും വേണ്ടടാ. ഇന്ന് ഞങ്ങൾക്ക് പാർട്ടി തരാതെ വിടുന്ന പ്രശ്നമില്ല. അവരെല്ലാവരും കൃഷ്ണരാജിനെ വട്ടം ചുറ്റി. കേട്ടോ പെങ്ങളെ, ഇവനെ ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. കൃഷ്ണരാജിനെ പിടിച്ച് കാറിൽ കയറ്റുന്നതിനിടയിൽ അവർ പറഞ്ഞു. കുതിച്ചു പായുന്ന കാറിനെ നോക്കി കമാരനും രാജിയും പുഞ്ചിരി തൂകി. രാത്രി വളരെയേറെ വളർന്നിട്ടും കൃഷ്ണരാജിനെ കാണാഞ്ഞപ്പോൾ രാജിക്ക് വേവലാതിയായി. കുറെ നേരം കാത്തിട്ട് അജിനയും ബിന്ദുവും കിടന്നു. ഉമ്മറത്ത് കമ്മാരനും രാജിയും തനിച്ചായി. അച്ഛൻ പോയി കിടന്നു. എന്തിനാ വെറുതെ ഉറക്കമണിക്കണേ? അവൻ എന്താ മോളെ ഇത്രയും വൈകുന്നത്? കൂട്ടുകാരോടൊപ്പം കറങ്ങി നടക്കുന്നുണ്ടാവും. വരട്ടെ, കണക്കിന് പറയുന്നുണ്ട് ഞാൻ. ദേഷ്യത്തോടെ പറഞ്ഞെങ്കിലും അവളുടെ ഉള്ള് വേവുന്നുണ്ടായിരുന്നു. മണിക്കൂറുകളോളം ഉമ്മറത്തെ ഇരുപ്പ് രാജി തുടർന്നു. ഒടുവിൽ ശരീരമാകെ തളരുന്നെന്ന് തോന്നിയപ്പോൾ മുറിയിൽ ചെന്ന് ബെഡിലേക്ക് വീണു. അവിടെ കിടന്നുകൊണ്ടവൾ ഏറെ നേരം ശബ്ദമില്ലാതെ കരഞ്ഞു. ആ കിടപ്പിൽ എപ്പോഴോ ഒന്ന് മയങ്ങിയ രാജിയുടെ ചെവിയിൽ വാതിൽക്കളോളം എത്തിയ പാദപതന ശബ്ദം പതിഞ്ഞില്ല. മുറിയുടെ വാതിൽ തുറന്ന് ഒരു കള്ളന്റെ ചുവടുവെപ്പോടെ കൃഷ്ണരാജ് അകത്തേക്ക് കയറി. വല്ലാതെ അവശനായിരുന്നു അവൻ. രാജിയുടെ ഉറക്കം സ്ഥിരീകരിച്ച അവന്റെ നയനങ്ങൾ ആ മുറിയിലാകെ ഉഴറി നടന്നു. ഒടുവിൽ ഷെൽഫിന് മുകളിലുണ്ടായിരുന്ന വർണ്ണക്കടലാസുകൾ പൊതിഞ്ഞ ഒരു കെട്ടിൽ അവന്റെ ദൃഷ്ടി തറച്ചു നിന്നു. കയ്യിലുള്ള ബാഗ് മേശമേൽ വച്ച ശേഷം അവൻ ആ പൊതിയെടുത്ത് പുറത്തേക്ക് ഓടി. നിലാവെട്ടത്തിന്റെ സഹായത്തോടെ സർവ്വശക്തിയും എടുത്ത് ഓടിയ കൃഷ്ണരാജ് ചെന്ന് നിന്നത് വയലിനരികിലെ കുളക്കരയിലാണ്. അവിടെ കുന്തിച്ചിരുന്ന കൃഷ്ണരാജ് ആ പൊതിയഴിച്ച് അകത്തുണ്ടായിരുന്ന അതിമനോഹരമായ ക്ലോക്ക് എടുത്ത് രണ്ടാമതൊന്നും ആലോചിക്കാൻ നിൽക്കാതെ കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ഒരു നിമിഷം വെള്ളത്തിന്റെ ചലനങ്ങളിൽ ലയിച്ച കൃഷ്ണരാജ് പൊടുന്നനെ തിരിഞ്ഞോടി. ഇതേ സമയം പാതി മയക്കത്തിൽ നിന്ന് ഉണർന്ന രാജി മുറിയിൽ ലൈറ്റ് കണ്ട് അമ്പരന്നു. വാതിൽക്കിലേക്ക് നോക്കിയേ രാജി ഞെട്ടിപ്പോയി. വാതിൽ തുറന്നു കിടക്കുന്നു. പേടിയോടെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴാണ് മേശമേൽ കൃഷ്ണരാജിന്റെ ബാഗ് കണ്ടത്. കൃഷ്ണ എപ്പോ വന്നു? എന്നിട്ട് എവിടെ? അവളുടെ മനസ്സ് ചോദിച്ചു. വെപ്രാളത്തോടെ ഉമ്മറത്തേക്ക് വന്നപ്പോൾ ഗേറ്റ് കടന്ന് ഓടി വരുന്ന കൃഷ്ണരാജിനെ അവൾ കണ്ടു. കൃഷ്ണ ഇത് എവിടെ പോയിരുന്നു? കിതപ്പ് മൂലം നിൽക്കാൻ പ്രയാസപ്പെടുന്ന കൃഷ്ണരാജിനെ അതിശയത്തോടെ അവൾ നോക്കി നിന്നു. ഞാൻ ഞാൻ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അല്പം സ്മോൾ അടിച്ചു. ചക്കാത്തിന് കിട്ടുന്നതല്ലേന്ന് വെച്ച് അവരെ ഇഷ്ടം പോലെ വലിച്ചു കയറ്റി. അവസാനം ബാറിന്റെ വരാന്തയിൽ വെച്ച് കൈ കൊടുത്ത് പിരിയാൻ നേരം വീണത് ഞാനും. കിതപ്പിനിടയിൽ അവനൊന്ന് ചിരിച്ചു. ഞാൻ വീഴുന്നത് കണ്ട് താങ്ങാൻ തുടങ്ങിയ അവരും എന്റെ മേലെ വീണു. മൂന്നിന്റെയും തലയൊന്ന് നേരെയാവുന്നത് ഇപ്പോഴാ. നീ ഇപ്പോ ബാറിൽ നിന്ന് വരുന്ന വഴിയെന്നാണോ പറയുന്നത്? രാജിയുടെ പുരുകം ചൊളിഞ്ഞു. അതേനേ, എന്റെ പൊന്നെ, ഈ കൃഷ്ണയോട് ക്ഷമിക്ക്. ഇനി ഞാൻ ഒരിക്കലും മദ്യപിക്കില്ല. ഒരിക്കൽ കൊണ്ട് തന്നെ മതിയായി. കൃഷ്ണരാജിന്റെ പുറകെ നടക്കുമ്പോൾ രാജിയുടെ മനസ്സിൽ സംശയത്തിന്റെ തീപ്പൊരി ചിതറിത്തെറിക്കാൻ തുടങ്ങി. മദ്യപിച്ചാണ് വരുന്നതെന്ന് അവൻ തന്നെ പറയുന്നു. പക്ഷേ മദ്യപിച്ചതിൻ്റെതായ യാതൊരു ലക്ഷണവും അവനിൽ കണ്ടില്ല. ഇപ്പോൾ വരുന്ന വഴിയാണെന്ന് പറയുന്നു. പിന്നെ എങ്ങനെയാണ് പോകുമ്പോ അവന്റെ കൈവശമുണ്ടായിരുന്ന ബാഗ് മുറിയിൽ വന്നത്? ആകപ്പാടെ ഉത്തരമില്ലാത്ത കടങ്കഥ പോലെയായി രാജിയുടെ മനസ്സ്. ജോലിക്ക് പോകുന്നതിന് മുമ്പായി സുഹൃത്തുക്കൾ ഏൽപ്പിച്ച പ്രസന്റേഷൻ കൃഷ്ണരാജിന് കൊടുക്കാനായി മുറിയിലേക്ക് ചെന്നതായിരുന്നു രാജി. കസേരമേൽ ഇരുന്ന് മേശമേൽ പിണച്ചു വെച്ചിരിക്കുന്ന കൈകളിന്മേൽ മുഖം പൂഴ്ത്തിയിരിക്കുകയായിരുന്ന കൃഷ്ണരാജ് അവൾ അടുത്ത് ചെന്നത് അറിഞ്ഞില്ല. കൃഷ്ണേ, ഇന്ന് ജോലിക്ക് പോകുന്നില്ലേ? ഒരു നിമിഷം അവന്റെ ഇരിപ്പ് ശ്രദ്ധിച്ച് രാജി ചോദിച്ചു. പെട്ടെന്നുയർന്ന കൃഷ്ണരാജിന്റെ മുഖം അതേ വേഗതയിൽ താഴുകയും ചെയ്തു. രാജി സ്നേഹപൂർവ്വം ആ മുഖം പിടിച്ചുയർത്തി. കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ രാജിയെ അമ്പരപ്പിലാഴ്ത്തി. നീ എന്താ കരയുകയാണോ? ഏയ്, കരയാൻ ഞാനെന്താ ഉള്ള കുട്ടിയോ? അവന്റെ ചുണ്ടത്തെ ചിരി കാപട്യമാണെന്ന് രാജി അറിഞ്ഞു. പിന്നെ നിന്റെ കണ്ണുകൾ എന്താ കലങ്ങിയിരിക്കുന്നത്? അത് ഭയങ്കര തലവേദന, അതുകൊണ്ടായിരിക്കും. ആ, തന്നോട് ഡ്രസ് അയൺ ചെയ്തു വെക്കാൻ പറഞ്ഞിട്ട് ചെയ്തോ? തന്റെ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അടവാണതെന്ന് രാജിക്ക് മനസ്സിലായി.
അവൾ ഒന്നും മറുപടി പറയാത്തത് കൊണ്ടാകണം കൃഷ്ണരാജ് എഴുന്നേറ്റ് ഡ്രസ്സ് മാറി ഓഫീസിലേക്ക് ഇറങ്ങി. എന്നാൽ ജോലി കഴിഞ്ഞെത്തിയ കൃഷ്ണരാജ് വളരെ സന്തോഷവാനായിരുന്നു. കുറച്ചു ദിവസം ഇല്ലാതെ പോയ കളിയും ചിരിയും മടങ്ങി വന്നു. അത് കണ്ടപ്പോൾ രാജിക്കും പുത്തൻ ഒരു ഉണർവ് കിട്ടി. കൃഷ്ണയ്ക്ക് എന്താ ലോട്ടറി അടിച്ചോ? കുറെ ദിവസമായല്ലോ ഈ സന്തോഷമൊന്ന് കണ്ടിട്ട്, രാജി തുറന്നു ചോദിച്ചു. എങ്കിൽ നമ്മുടെ കുടുംബം രക്ഷപ്പെട്ടില്ലേ? ലോട്ടറി അടിച്ചിട്ട് ഒരു 3 ലക്ഷം രൂപ കൈ കിട്ടിയ അടുത്ത ആഴ്ച മുതൽ ഞാൻ മാനേജറായിട്ട് അങ്ങനെ വിലസും. ഞാനൊരു കാര്യം ചോദിച്ചാ കൃഷ്ണ സത്യം തന്നെ പറയൂ? അവന്റെ സന്തോഷ പ്രകടനം കണ്ട രാജി ചോദിച്ചു. തന്നോട് ഞാൻ എന്തെങ്കിലും കളവ് പറഞ്ഞിട്ടുണ്ടോ? നീ എന്നെ പെണ്ണു കാണാനായിട്ട് വല്ല ഹോസ്പിറ്റലിൽ നിന്ന് ചാടിപ്പോന്നതാണോ? രാജി ചോദിച്ചു. അതെന്താ ഇപ്പോഴങ്ങനെ തോന്നാൻ? അല്ല, ചില നേരങ്ങളിൽ നിന്റെ മൗനവ്രതവും ആരും കാണാതെയുള്ള കരച്ചിലും ആരോടൊന്നില്ലാത്ത ദേഷ്യപ്പെടലും പിന്നെതാ ഇപ്പോഴത്തെ നിന്റെ ഈ ആർക്കും മനസ്സിലാവാത്ത വാക്കുകളും, ഇതൊക്കെ ഊളംപാറയിൽ ഒരു കേളികേട്ട ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നവർക്ക് മാത്രമേ കാണാറുള്ളൂ. അതുകൊണ്ട് ചോദിച്ചതാ. അവളുടെ കളിയാക്കൽ ആസ്വദിച്ച പോലെ കൃഷ്ണരാജ് തല ചലിപ്പിച്ചു. കൊള്ളാം, MBBS എടുക്കാതെ തന്നെ ഒരു ഡോക്ടർ ആവാനുള്ള മുഴുവൻ യോഗ്യതയും തനിക്കുണ്ട്. പക്ഷേ തന്റെ ഈ പ്രവൃത്തികൾ നോക്കി രോഗം പറയുന്ന ഏർപ്പാടുണ്ടല്ലോ, അത് എന്റെ അടുത്ത് വേണ്ട കേട്ടാ. അവൻ രാജിയുടെ ചെവി പിടിച്ച് തിരുമ്മി. എന്താ രണ്ടുപേരും കൂടി ഒരു ഗുസ്തി? കമാരന്റെ പെട്ടെന്നുള്ള വരവിൽ കൃഷ്ണരാജ് ആകെ ചൂളി. അടുത്ത ആഴ്ച കൃഷ്ണ കമ്പനിയിലെ മാനേജരാകാൻ പോവാത്രേ, രാജി പറഞ്ഞു. നേരാണോ മോനെ? സന്തോഷം കൊണ്ട് കമാരന്റെ കണ്ണുകൾ വിടർന്നു. പറഞ്ഞത് ശരിയാണ്, പക്ഷേ ചാർജ് എടുക്കുന്നതിന് മുമ്പ് 3 ലക്ഷം രൂപ അവിടെ കെട്ടിവെക്കണം. 3 ലക്ഷമോ? കമാരന്റെ കണ്ണു മിഴിഞ്ഞു. ജോലിയിൽ നിന്ന് പിരിയുന്ന സമയത്ത് ആ കാശ് തിരിച്ചു കിട്ടും. എങ്ങനെയെങ്കിലും കാശുണ്ടാക്കാൻ കഴിഞ്ഞാൽ. 3 ലക്ഷം എന്നൊക്കെ പറഞ്ഞാ അതൊരു ചെറിയ തുകയാണോ മോനെ? ഒരാഴ്ച കൊണ്ട് അത്രയും കാശ് നമ്മൾ എവിടുന്ന് ഉണ്ടാക്കാനാ? കാശുണ്ടാക്കാൻ ഒരു വഴിയേ ഞാൻ കാണുന്നുള്ളൂ. നമ്മുടെ തെങ്ങിൻതോപ്പ് വിൽക്കുക. മാസം തോറും കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും ഒരു ഓഹരി മാറ്റിവെച്ചാ അധികം വൈകാതെ തന്നെ നമുക്ക് ആ സ്ഥലം തിരിച്ചെടുക്കുകയും ചെയ്യാം. കൃഷ്ണരാജ് എല്ലാ മുഖങ്ങളിലേക്കും മാറി മാറി നോക്കി. അത് വേണ്ട, നമുക്ക് ആകെ കൂടിയുള്ള സ്ഥലമാ ആ തെങ്ങിൻതോപ്പ്. അത് വിറ്റിട്ട് ഒരു ജോലിക്കയറ്റം നിനക്ക് വേണ്ട, രാജി അവനെ എതിർത്തു. ചേച്ചി എന്തായി പറയുന്നത്? പഠിക്കൽ വന്ന ഭാഗ്യത്തിനെ തട്ടിത്തെറിപ്പിക്കാനോ? ബിന്ദു ഇടയിൽ കയറി. അതല്ല മോളെ, ഇപ്പോ നിനക്ക് അങ്ങനെ തോന്നും. പിന്നീട് എന്തെങ്കിലും കാരണം കൊണ്ട് കെട്ടിവെച്ച കാശ് കിട്ടാതെ വന്നാ എങ്കിലെന്താ? ചേട്ടന് ശമ്പളമായിട്ട് തന്നെ എത്ര കിട്ടും? 2-3 വർഷം കൊണ്ട് ഇരട്ടി സ്ഥലവും എടുക്കാം. ഈ വീടിരിക്കുന്ന സ്ഥലത്ത് ഒരു മാളികയും പണിയാം. അടുത്ത ബുദ്ധി ഉദിച്ചത് അജിനയ്ക്കാണ്. അച്ഛനൊന്നും പറഞ്ഞില്ല. എല്ലാം ശ്രവിച്ച് നിശബ്ദനായി നിൽക്കുന്ന കമാരനോട് കൃഷ്ണരാജ് ചോദിച്ചു. ഞാൻ എന്ത് പറയാൻ? ഇനി പണ്ടത്തെ പോലെ കിളയ്ക്കാനും മറിക്കാനും ഒന്നും വയസ്സായ എന്നെ കൊണ്ടാവില്ല. എങ്കിലും ഒരപേക്ഷയുണ്ട് എനിക്ക്. ഒന്നും പാടെ നശിപ്പിച്ചു കളയരുത്. 2 എണ്ണമുള്ളത് പടിയിറങ്ങി പോകും വരെ ഈ അച്ഛനൊരു സമാധാനം ഉണ്ടാവില്ല മക്കളെ. അവരെ കരുതി അച്ഛൻ വേവലാതിപ്പെടുകയൊന്നും വേണ്ട. ഇനി അവരുടെ കാര്യം നോക്കേണ്ടവൻ ഞാനല്ലേ. നിന്നെ പോലൊരു മോനെ കിട്ടിയതാ എന്റെ ഏക ആശ്വാസം. കമാരന്റെ വാക്കുകളിൽ സന്തോഷം സ്ഫുരിച്ചു. ഒരു ഞായറാഴ്ചയായിരുന്നു തെങ്ങിൻതോപ്പ് വിറ്റ 3 ലക്ഷം രൂപ കമാരന്റെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ തന്നെ ആ കാശ് അദ്ദേഹം കൃഷ്ണരാജിന് കൈമാറി. പിറ്റേന്ന് കൃഷ്ണരാജിന് കൊണ്ടുപോകാനുള്ള ചോറ്റുപുതിയുമായി മുറിയിൽ കടന്നതായിരുന്നു രാജി. പൊടുന്നനെയാണ് പുറകിൽ വാതിലടയുന്ന ശബ്ദം കേട്ടത്. തിരിഞ്ഞു നോക്കുമ്പോൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളും വിതുമ്പുന്ന ചുണ്ടുകളുമായി അടഞ്ഞ വാതിലിന് ചാരി നിൽക്കുന്ന കൃഷ്ണരാജിനെയാണ് കണ്ടത്. രാജിക്ക് ഒന്നും മനസ്സിലായില്ല. എന്താ കൃഷ്ണേ? രാജി ചോദിച്ചു. ഈ കൃഷ്ണയെ നീ വെറുക്കരുത് മോളെ. വിതുമ്പലിനൊപ്പം അവൻ വാക്കുകൾ തുപ്പി. വെറുക്കുകയോ? അതിന് മാത്രം നീ എന്ത് തെറ്റ് ചെയ്തു? രാജിയുടെ കണ്ണുകൾ കുറുകി. അത് വന്നു കയറിയ ഉടനെ നിങ്ങളുടെ സ്ഥലം വിൽക്കണ്ടായിരുന്നു. ഹോ, എത്രയേ ഉള്ളൂ? ഞാൻ പേടിച്ചു പോയല്ലോ. എന്റെ കൃഷ്ണേ, അതും ഇതും പറഞ്ഞ് സമയം കളയാതെ പെട്ടെന്ന് പോകാൻ നോക്ക്. രാജി കാശടങ്ങിയ സൂട്ട് കേസ് കൃഷ്ണരാജിന്റെ കൈകളിൽ പിടിപ്പിച്ചു. ആ നിമിഷം കൃഷ്ണരാജിന്റെ കണ്ണുകൾ രാജിയെ ആകമാനം ഒഴിഞ്ഞു. ഇതെന്താ പുതിയതായി കാണുന്നത് പോലെ?
രാജി ചോദിച്ചു. വിളർച്ച ബാധിച്ച ചിരിയോടെ അവൻ രാജിയുടെ താടി പിടിച്ചുയർത്തി നിറഞ്ഞു വന്ന കണ്ണുകളോടെ അവളുടെ ഇരു കവിളത്തും മാറി മാറി ചുംബിച്ചു. ശേഷം ചേർത്ത് പിടിച്ച് മൂർധാവിലും ഒരു ചുംബനം നൽകിയിട്ട് കൃഷ്ണരാജ് വാതിൽ തുറന്ന് പുറത്തിറങ്ങി. ഇരുളിന് കട്ടികൂടി. എന്നും 6 മണിക്ക് മുൻപായി എത്തുന്ന കൃഷ്ണരാജ് അന്ന് 10 മണിയായിട്ടും വീട് കയറിയില്ല. ആദിയിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന രാജിയെ കമാരൻ സമാധാനപ്പെടുത്തി. ജോലിക്കയറ്റം കിട്ടിയതല്ലേ, ഏതെങ്കിലും സുഹൃത്തുക്കളെ സൽക്കരിക്കുന്നുണ്ടാവും. എന്നാലും ഇതിനു മുമ്പൊന്നും ഇത്ര വൈകിട്ടില്ലല്ലോ അച്ഛാ. കമാരൻ അതിന് മറുപടി പറഞ്ഞില്ല. രാത്രി വളർന്നുകൊണ്ടേയിരുന്നു. പുറത്ത് കൂരിരുട്ടിനെ അലങ്കരിക്കാൻ മിന്നാമിന്നികൾ മത്സരിക്കുന്നത് കാണാമായിരുന്നു. പ്രകൃതി വരെ ഉറങ്ങിക്കിടന്ന ആ സമയത്ത് ചീവീടുകളുടെ ശബ്ദം അവർക്ക് തുണയായി. കമാരന്റെ കണ്ണുകൾ അങ്ങ് ദൂരെ നിന്ന് വരുന്ന ഒരു മെഴുകുതിരി വെട്ടത്തിനായി പരതി. മണിക്കൂറുകൾ ഓരോന്നായി പൊഴിഞ്ഞുകൊണ്ടിരുന്നു. ഇടയ്ക്കിടെയുള്ള രാജിയുടെ മൂക്കലും ചീറ്റലും കേട്ടില്ലെന്ന നാട്യത്തോടെ കസേരയിലേക്ക് ചാഞ്ഞ കമാരന്റെ കണ്ണുകളെ നിദ്രാദേവി തടവി. പുലർച്ചയ്ക്ക് എപ്പോഴോ രാജിയുടെ ചീർത്ത കൺപോളകളൊന്ന് അടഞ്ഞു. അകലെ എവിടെ നിന്നോ പൂവൻ കോഴി നീട്ടിക്കൂവി. പിന്നീട് അതൊരു പകർച്ചവ്യാധിയായി പടർന്നു. കമാരനും രാജിയും ഒരുപോലെ കണ്ണുകൾ തുറന്നു. പുലർച്ചെ വെട്ടം ഭൂമിയിൽ പതിഞ്ഞു. രാജിയുടെ മനസ്സിൽ ചെണ്ടമേളം മുറുകി. അവൾ പതിയെ എഴുന്നേറ്റ് വേച്ച് വേച്ച് ചെന്ന് ബെഡിലേക്ക് വീണു. ദിവസങ്ങൾ കഴിഞ്ഞു. കൃഷ്ണരാജിനെ പറ്റി ഒരു വിവരവുമില്ല. ആവുന്ന വഴിക്കെല്ലാം അന്വേഷണം നടത്തിയെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല. ടൗണിൽ എവിടെയും അവൻ പറഞ്ഞ രീതിയിൽ ഒരു കമ്പനി പ്രവർത്തിക്കുന്നില്ല. ഉള്ള കമ്പനിയിലാണെങ്കിൽ കൃഷ്ണരാജ് എന്ന പേരുള്ള ഒരുത്തൻ ജോലി നോക്കുന്നില്ല. മാത്രമല്ല കമ്പനിയിൽ ഒന്നും ആരും ലീവ് എടുത്തിട്ടുമില്ല. ഉത്കണ്ഠ നിറഞ്ഞ ദിവസങ്ങൾ അനവധി കടന്നുപോയി. ഒരു ഉച്ചനേരം ഗേറ്റ് കടന്നു വരുന്ന പോസ്റ്റ്മാനെ കണ്ട് ഉമ്മർത്തിരിക്കുകയായിരുന്ന കമാരൻ പടിക്കിലേക്ക് ചെന്നു. അയാൾ ഏൽപ്പിച്ച കവർ പൊളിക്കുമ്പോൾ കമാരന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. വഞ്ചകനായ മരുമകനെ തിരഞ്ഞ് വെറുതെ സമയം പാഴാക്കണ്ട. നിങ്ങളിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടി ഞങ്ങളെ ഏൽപ്പിച്ചതോടെ ആ അധ്യായം അവസാനിച്ചു. വാലും തലയുമില്ലാത്ത ആ 3 വരെ അക്ഷരങ്ങൾ വിഴുങ്ങിയതോടെ കമാരന്റെ സർവ്വനാഡികളും തളർന്നു. മീൻ മുള്ളു തൊണ്ടയിൽ കുടുങ്ങിയ ചേഷ്ടകളോടെ വികൃതമായ ശബ്ദം പുറത്തുവിട്ട് അദ്ദേഹം പുറകോട്ട് മലച്ചു. നിരന്തരമായ പട്ടിണിയും മനക്ലേശവും മൂലം തളർന്നു കിടക്കുകയായിരുന്ന രാജി കമാരന്റെ വീഴ്ചയുടെ ശബ്ദം കേട്ട് പ്രാഞ്ചി പ്രാഞ്ചി ഉമ്മറത്തേക്ക് വന്നു. വീണുകിടക്കുന്ന അച്ഛനെ ഒന്ന് താങ്ങി എഴുന്നേൽപ്പിക്കാനുള്ള ശേഷി പോലും ഇല്ലാതെ അവൾ തേങ്ങി. അപ്പോഴാണ് കമ്മാരന്റെ കൈവിരലുകൾക്കിടയിലെ കടലാസ് രാജിയുടെ കണ്ണിൽ പെട്ടത്. അവൾ ആ കടലാസ് കയ്യിലെടുത്തു. അതിലെ വാക്കുകൾ ഉൾക്കൊണ്ട രാജിക്ക് കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. ഒരു താങ്ങിനു വേണ്ടി അവളുടെ കൈകൾ വായുവിൽ തപ്പി. പെട്ടെന്ന് ആ കൈകൾ വായുവിൽ നിശ്ചലമായി. കണ്ണുകൾ കൂമ്പിയടഞ്ഞു. വെട്ടിയിട്ട വാഴത്തടി പോലെ രാജിയുടെ ശരീരം കമ്മാരന്റെ മേലേക്ക് പതിച്ചു. അലക്കിയ വസ്ത്രങ്ങളുമായി ഉമ്മറപ്പടി കയറാനൊരുങ്ങിയ അജിനയാണ് ആ കാഴ്ച ആദ്യം കണ്ടത്. അവളുടെ അലമുറ കേട്ട് ഓടി വന്ന ബിന്ദുവും വലിയ വായോടെ നിലവിളിച്ചു തുടങ്ങി. ലഹള കേട്ടു വന്ന അയൽക്കാർ അച്ഛനെയും മകളെയും ആശുപത്രിയിലാക്കി. 5 ദിവസത്തെ ആശുപത്രി വാസത്തിനൊടുവിൽ ഡിസ്ചാർജ് എഴുതുവാനുള്ള അനുമതി കിട്ടി. പക്ഷേ ബില്ലടയ്ക്കാനുള്ള കാശ് എവിടുന്ന് കിട്ടും? കമാരൻ ദയനീയമായി രാജിയെ നോക്കി. രാജി കയ്യിലെ വളകൾ ഊരി കമാരന് കൊടുത്തു. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ മുറി ഒന്ന് ഒഴിഞ്ഞു തരണം. അപ്പോഴേക്കും ഒരു നേഴ്സ് വന്ന് അറിയിച്ചു. അത് ബില്ലടയ്ക്കാൻ ഞങ്ങൾക്ക് കുറച്ച് സാവകാശം വേണം. കമാരൻ വിക്കി വിക്കി അറിയിച്ചു. നിങ്ങളുടെ ബില്ല് അടച്ചല്ലോ. ബില്ലടച്ചോ? ആര്? എല്ലാവരും ഒരുപോലെ അത്ഭുതം കൂറി. സാധനങ്ങളെല്ലാം അടുക്കുമ്പോൾ രാജിയുടെ മനസ്സിൽ കൃഷ്ണരാജിന്റെ രൂപം നിറഞ്ഞു വന്നു. ഇനി അവനായിരിക്കുമോ ബില്ലടച്ചത്? ഇത്രയും ദിവസം അവൻ വല്ല ടൂറിനും പോയതായിരിക്കുമോ? പോസ്റ്റലായി വന്ന കത്ത് വിലാസം മാറിയെത്തിയതാണോ? രാജിയുടെ മനസ്സിൽ വിവിധ വിചാരങ്ങളുടെ വേലിയേറ്റമുണ്ടായി. കഴിഞ്ഞതെല്ലാം വെറും സ്വപ്നങ്ങളായിരിക്കണേ എന്ന് ഉള്ളുരുകി പ്രാർത്ഥിച്ചുകൊണ്ടവൾ ബിന്ദുവിന്റെ കയ്യിൽ മുറുകെ പിടിച്ച് കോറിഡോർ ഇറങ്ങി. പക്ഷേ അവളുടെ പ്രാർത്ഥനകളെല്ലാം വൃഥാവിലായി. ആശുപത്രിക്ക് വെളിയിൽ ഒരു ടാക്സിക്ക് ചാരി അവരെയും കാത്തു നിന്നത് രഘുവായിരുന്നു. പോകാം, കയറ്. പരിചയത്തിൻ്റെതായ ചെറു കണിക കാണിക്കാതെ രഘു ടാക്സിയുടെ ബാക്ക് ഡോർ അവർക്കായി തുറന്നു കൊടുത്തു. ആവലാദികളുടെ ഭാണ്ഡം അവന്റെ മുന്നിൽ തുറക്കാനായി ഓടിയെടുത്ത കമാരൻ ആ മുഖഭാവത്തിന് മുന്നിൽ നിശബ്ദനായി. പതിയെ ടാക്സിയിലേക്ക് കാലെടുത്ത് വെച്ചു. അവരെ വീട്ടിലെത്തിച്ച ഉടനെ രഘുവും പോകാനിറങ്ങി.
നീ വിവരങ്ങളൊക്കെ കമാരന് ശബ്ദിക്കാതിരിക്കാനായില്ല. നിങ്ങൾ അറിയിച്ചില്ലെങ്കിലും ഞാൻ അറിഞ്ഞു. അവന്റെ സ്വരം മുറുകിയിരുന്നു. എല്ലാം പെട്ടെന്നായതുകൊണ്ട് ആരെയും ഒന്നും അറിയിക്കാൻ കഴിഞ്ഞില്ല, കമാരൻ പറഞ്ഞു. അറിയിച്ചിരുന്നെങ്കിൽ എങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. എന്റെ മോഹങ്ങൾ, ഇത്രയും കാലം ഞാൻ മനസ്സിൽ കൊണ്ടുവന്ന് നടന്ന സ്വപ്നങ്ങൾ ഒന്നും തകർന്നടിയില്ലായിരുന്നു. ശക്തമായ ഹൃദയവ്യഥയോടെ രഘു പറഞ്ഞു. ചെറുപ്പകാലം മുതൽക്കേ ഞാൻ മനസ്സിൽ കൊണ്ടു നടന്ന എന്റെ പെണ്ണായിരുന്നു ഇവൾ. രഘുവിന്റെ കൈവിരൽ രാജിക്ക് നേരെ നീണ്ടു. എന്നെ മനസ്സിലാക്കാൻ ഇവൾക്കാകുമെന്ന് കരുതിയ ഞാൻ വെറും ഒരു പൊട്ടൻ. രഘുവിന്റെ വാക്കുകൾ എല്ലാവരിലും അമ്പരപ്പുളവാക്കി. ദിവസങ്ങൾക്ക് വീണ്ടും ദൈർഘ്യം വർദ്ധിച്ചു. കൃഷ്ണരാജിന്റെ തിരോധാനം ആ വീട്ടിലുള്ളവരുടെ എല്ലാം ജീവിതത്തെ മാറ്റിമറിച്ചു. രാജി സദാസമയവും മുറി അടച്ചു കിടക്കും. കമ്മാരനാണെങ്കിൽ ഇനിയുള്ളതെല്ലാം ഉമ്മറത്തെ ചാരുകസേരയാണെന്ന മട്ടും. എന്നും വഴക്കടിച്ചു കൊണ്ടിരിക്കാനുള്ള അജിനയുടെയും ബിന്ദുവിന്റെയും വായിൽ നാക്കുണ്ടോന്ന് തോണ്ടി നോക്കണം. ആശുപത്രിയിൽ നിന്നും അവരെ കൊണ്ടുവിട്ടു പോയ ശേഷം അന്നാണ് രഘു ആ വീട്ടിലേക്ക് കയറുന്നത്. അവൻ അടുത്തെത്തിയിട്ടും കമാരൻ അറിഞ്ഞില്ല. കമാരേട്ടാ, രഘു വിളിച്ചു. ആ, ഉറക്കത്തിൽ നിന്നെന്ന പോലെ അദ്ദേഹം വിളി കേട്ടു. ഇവിടെ എന്താ ആളും അനക്കവുമൊന്നും ഇല്ലേ? ഏതാണ്ട് മരിച്ച വീട് പോലെ. ചുറ്റും കണ്ണോടിച്ചുകൊണ്ടവൻ അകത്തേക്ക് നടന്നു. മുറിയിൽ ജീവച്ചവം പോലെ കിടക്കുന്ന രാജിയെ കണ്ടപ്പോ വിഷമം തോന്നി. രഘുവിന്റെ സാമീപ്യം അറിഞ്ഞ രാജി വളരെ ആയാസപ്പെട്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റു. എഴുന്നേക്കണ്ട, അവിടെ ഇരുന്നോളൂ. ഇരിക്കാൻ മടിച്ചു നിന്ന രാജിയുടെ ചുമൽ പിടിച്ച് സാവധാനം അവൻ ബെഡിലേക്ക് ഇരുത്തി. സമീപം അവനും ഇരുന്നു. എവിടെ അജിനയും ബിന്ദുവും? അവര് അപ്പുറത്തെങ്ങാനും കാണും. നീ ഇവിടെ, കമാരേട്ടൻ അവിടെ, മറ്റവരപ്പുറത്ത് എവിടെയോ. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കുന്നത് ആരാ? അത് അടുക്കള ഒഴിഞ്ഞിട്ടുണ്ടാകും അല്ലേ? രാജി മൗനം. ഇങ്ങനെ അവിടെയും ഇവിടെയുമായി കിടന്ന അരി വാങ്ങിക്കാൻ കാശ് താനേ വരുവോ? അതിനും രാജിക്ക് മറുപടിയില്ലായിരുന്നു. എന്റെ രാജി, വയസ്സായ കമാരാട്ടനെ കൊണ്ട് ഇനി നിങ്ങളെ പോറ്റാനാവുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അജിനയും ബിന്ദുവുമാണെങ്കിൽ പിള്ളേരായിട്ടും പോയി. അവരെയൊക്കെ ചെറുമാതിരിയെങ്കിലും സംരക്ഷിക്കാൻ ബാധ്യസ്ഥയായ നീയും ഇങ്ങനെയായാലോ? പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് രഘു പറയുന്നത്? അത് ഞാൻ പറഞ്ഞിട്ട് തന്നെ അറിയണമെന്നുണ്ടെങ്കിൽ പറയാം. രാജി പഴയ ജോലിക്ക് ഇറങ്ങണം. അജിനയുടെയും ബിന്ദുവിന്റെയും പഠിപ്പ് മുടക്കരുത്. എന്താ, സമ്മതമല്ലേ? അതേയെന്നോ അല്ലെന്നോ രാജി പറഞ്ഞില്ല. എങ്കിലും രഘുവിന്റെ വരവ് അവൾക്ക് പുത്തനൊരു ഉണർവ് നൽകിയിരുന്നു. രഘുവിന്റെ നിർദ്ദേശപ്രകാരം രാജി കിട്ടുന്ന കാശ് അന്നന്ന് ബാങ്കിലിടുമായിരുന്നു. മാസത്തിൽ ഒരു ദിവസത്തേക്ക് വീട്ടു ചെലവിനായി നീക്കും. അന്ന് രഘു വന്നത് പുതിയൊരു സന്തോഷ വാർത്തയുമായിട്ടായിരുന്നു. ഇവിടുത്തെ ബാങ്കിൽ ഒരു വേക്കൻസി ഉണ്ട്. ബുധനാഴ്ചയാണ് ഇന്റർവ്യൂ. ഭാഗ്യമുണ്ടെങ്കിൽ ബിന്ദുവിന് അത് ലഭിക്കും. ആ വാർത്ത കുറച്ചൊന്നുമല്ല ബിന്ദുവിനെ സന്തോഷിപ്പിച്ചത്. രാജിയുടെയും അവസ്ഥ മറിച്ചായിരുന്നില്ല. ബുധനാഴ്ച പുലർച്ചെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ബിന്ദു ഇന്റർവ്യൂവിന് ഹാജരായത്. പ്രാർത്ഥന പോലെ തന്നെ ആ ജോലി ബിന്ദുവിന് തന്നെ ലഭിച്ചു. പ്രതീക്ഷിച്ചതുപോലെ ബാങ്കിലെ ജോലി അത്ര എളുപ്പമുള്ളതല്ലെന്ന് തുടക്കത്തിൽ തന്നെ ബിന്ദുവിന് ബോധ്യമായി. ആദ്യ ദിവസം തന്നെ മാനേജരായ ജസ്റ്റിൻ സാറിന്റെ വഴക്ക് കേൾക്കേണ്ടി വന്നു. ലെഡ്ജർ എടുത്തതിന് യഥാസ്ഥാനത്ത് വെക്കാത്തതായിരുന്നു കാരണം. ബിന്ദുവിന്റെ അശ്രദ്ധ കണ്ടുപിടിച്ച ജസ്റ്റിൻ ആ ലെഡ്ജർ അവളോട് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ അരമണിക്കൂർ കഴിഞ്ഞിട്ടും ബിന്ദുവിനത് കണ്ടെടുക്കാനായില്ല. ഒടുവിൽ ജസ്റ്റിൻ തന്നെ ലെഡ്ജർ എടുത്ത് അവളുടെ മുൻപിലേക്കിട്ട് കുപിതനാവുകയായിരുന്നു. ആദ്യമായി വഴക്കിന്റെ രുചിയറിഞ്ഞ ബിന്ദു മറ്റു സ്റ്റാഫുകൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നതുപോലും ഓർക്കാതെ ഏങ്ങലടിച്ചു കരഞ്ഞു. തെറ്റ് ചെയ്തതും പോരാ, കിടന്ന് കാറുന്നത് കണ്ടില്ലേ? ജസ്റ്റിന്റെ കോപം തണുത്തിരുന്നില്ല. ശകാരത്തിലും കണ്ണുനീരിലും ആരംഭിച്ച അവരുടെ ബന്ധം ഗതിമാറി ഒഴുകാൻ ഏതാനും ദിവസങ്ങളെ വേണ്ടി വന്നുള്ളൂ. ജസ്റ്റിൻ ആജ്ഞാശക്തിയും തന്റേടവുമുള്ള ഓഫീസറായിരുന്നു. ബിന്ദുവാകട്ടെ വിധേയത്വവും ശാലീനതയും ഒത്തിണങ്ങിയ ഒരു ചെറുപ്പക്കാരിയും. ആദ്യം ഓഫീസ് മുറികളിൽ മാത്രം ഒതുങ്ങിയിരുന്ന അവരുടെ പ്രേമം ഇപ്പോൾ പാർക്കിലേക്കും ബീച്ചിലേക്കും ഒക്കെയായി വ്യാപിച്ചു. എന്നും വൈകി വീട്ടിലെത്തുന്ന ബിന്ദുവിന് പറയാൻ കള്ളങ്ങളേറെ. ആ ഇടെയാണ് അജിന ബിഎഡിന് പോകാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചത്. അന്ന് അജിനയ്ക്ക് കോഴ്സിന് പോകാനുള്ള അനുവാദം കൊടുത്തിട്ടാണ് രാജി ഓട്ടോറിക്ഷയും കൊണ്ട് ഇറങ്ങിയത്. ഓട്ടോ പാതി വഴി എത്തിയപ്പോൾ രഘു റോഡരികിൽ നിൽക്കുന്നത് കണ്ടു. എങ്ങോട്ടാ? രാജി ചോദിച്ചു.
ടൗണിലേക്ക് തന്നെ. ഓട്ടോറിക്ഷയിൽ കയറുന്നതിനിടയിൽ രഘു പറഞ്ഞു. രഘുവിനെ ഇപ്പൊ വീട്ടിലേക്കൊന്നും കാണാറേ ഇല്ലല്ലോ? രാജി കുശലം ചോദിച്ചു. അവിടെ വന്നിട്ട് ആരെ കാണാനാ? വീട് കണ്ടു മടങ്ങാനോ? അച്ഛനുണ്ടല്ലോ അവിടെ. ഉവ് ഉവ്, ആകെ 10 സെന്റ് ഭൂമിയുണ്ട്. അതിൽ നിന്ന് എപ്പോഴാ കമാരായിട്ട് വീട് കയറുന്നത്? രഘു പറഞ്ഞു. വയസ്സ് 10-60 ഇനിയും പഴയതുപോലെ പണിയെടുക്കണ്ടെന്ന് പറഞ്ഞ കേക്കണ്ടേ? എപ്പോഴാ അസുഖം ബാധിച്ച് കിടക്കാന്ന് ദൈവത്തിന് മാത്രം അറിയാം. ദാ ഇവിടെ നിർത്തിയേക്ക്. ടൗണിലെ മുന്തിയ റെസ്റ്റോറന്റ് മുമ്പിലാണ് രഘു ഓട്ടോ നിർത്താൻ പറഞ്ഞത്. രാജിയും വാ, ഓരോ ചായ കഴിക്കാം, രഘു പറഞ്ഞു. അയ്യോ എനിക്ക് വേണ്ട രഘു, ഇപ്പൊ കുടിച്ചിറങ്ങിയതല്ലേ ഉള്ളൂ. എന്നാലും എന്റെ കൂടെ ഒന്ന് വന്നേ പറ്റൂ. എനിക്ക് രാജിയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അത് ഇവിടെ വെച്ച് ആവാലോ. പോരാ, രാജി വരൂ. രഘു റെസ്റ്റോറന്റിന് നേരെ നടന്നു. രാജിക്ക് അനുസരിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു. ജീവിതകാലം മുഴുവൻ ഇങ്ങനെ തന്നെ കഴിയാമെന്നാണോ രാജിയുടെ വിചാരം? റെസ്റ്റോറന്റിലെ ഫാമിലി റൂമിലിരുന്ന് രഘു സംസാരത്തിന് തുടക്കമിട്ടു. മനസ്സിലാകാത്തതുപോലെ രാജി രഘുവിനെ നോക്കി. ഇനിയും ആ താലി എന്തിനു ചുമന്നുകൊണ്ട് നടക്കുന്നുന്ന് രഘു വ്യക്തമാക്കി. ഇതെനിക്കൊരു ചുമടല്ലല്ലോ രഘു. ആര് പറഞ്ഞു അല്ലാന്ന്? ഒരു പെരുങ്കള്ളം കെട്ടിയ താലിയാ ഇത്. ഇത് പൊട്ടിച്ചെറിയാൻ എന്തിനാ രാജിക്ക് ഇത്ര അമാന്തം? അരുത് രഘു, കൃഷ്ണയെ കുറിച്ച് അങ്ങനെയൊന്നും പറയരുത്. അവനൊരു പാവാണ്. പാവം. 3 ലക്ഷവും കൊണ്ട് മുങ്ങിയതാണ് പാവമായിട്ട്. അല്ല, അത് നീ അവന് സ്ത്രീധനമായി കൊടുത്തതാണോ? രഘു ദേഷ്യം കൊണ്ടു. രഘുവിനെന്നല്ല, ആർക്കും അത് പറഞ്ഞാൽ മനസ്സിലാകില്ല. പക്ഷെ എന്റെ മനസ്സ് പറയുന്നുണ്ട് കൃഷ്ണ ഒരു പാവമാണെന്ന്. അവനൊരു കള്ളനാകാൻ കഴിയില്ലെന്ന്. പിന്നെ നിങ്ങളുടെ പറമ്പ് വിറ്റ കാശും കൊണ്ട് മുങ്ങിയത് അവനല്ലെന്നാ നിന്റെ പക്ഷം? രഘു ചോദിച്ചു. എന്നല്ല ഞാൻ പറഞ്ഞത്. എവിടെയോ എന്തൊക്കെയോ കുഴപ്പങ്ങൾ നടന്നിട്ടുണ്ട്. കൃഷ്ണയെ ആരൊക്കെയോ ചേർന്ന് ചതിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അവനിപ്പോ ജീവനോടെ ഉണ്ടോ എന്ന് പോലും സംശയമാണ്. രാജി ചുണ്ടുകൾ കടിച്ചു. ഇങ്ങനെയൊക്കെ തോന്നാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം? ഉണ്ട്. കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഒരു ദിവസം ഞങ്ങൾ കുടുംബത്തോടെ ഒരു ഫിലിം കാണാൻ പോയിരുന്നു. തിരികെ വന്നപ്പോഴാണ് വാതിൽ വിടവിൽ തിരികെ വെച്ച ഒരു നിലയിൽ ഒരു കടലാസ് ചുരുൾ കണ്ടത്. ഏതോ ഒരു ബോസ് എഴുതിയ ഭീഷണിക്കത്തായിരുന്നു അത്. അവിടെ മുതലായിരുന്നു എന്റെ കൃഷ്ണയെ എനിക്ക് നഷ്ടപ്പെടാൻ തുടങ്ങിയത്. നമ്മുടെ സ്വത്ത് തട്ടാൻ വേണ്ടി മാത്രം ആരൊക്കെയോ ചേർന്ന് അവനെ ഒരു കരുവാക്കിയതായിരിക്കണം. അതിനുള്ള തെളിവാണ് അവസാനമായി അച്ഛന്റെ കയ്യിൽ കിട്ടിയ ഈ കത്ത്. രാജി ബാഗിൽ നിന്നും ഒരു കവർ എടുത്ത് മേശമേൽ വെച്ചു. രഘു കവറിൽ നിന്ന് കടലാസ് പുറത്തെടുത്ത് വായിച്ചു. ഇതും ബോസ് എന്നയാൾ എഴുതിയതായിരിക്കണം. കത്ത് തിരികെ ഇടുന്നതിനിടയിൽ രാജി പറഞ്ഞു. ഇയാളെക്കുറിച്ച് രാജിക്ക് വല്ല അറിവുമുണ്ടോ? ഇല്ല. കൃഷ്ണയോട് ചോദിച്ചപ്പോഴൊക്കെ അറിയില്ലെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറി. ഒരു കണക്കിന് അവൻ പോയത് നന്നായി. എനിക്ക് എന്റെ രാജിയെ തിരിച്ചു കിട്ടിയല്ലോ, പ്രതീക്ഷയോടെ രഘു പറഞ്ഞു. രഘു, ഭീതിയോടെ അവൾ വിളിച്ചു. ചെറുപ്പം മുതലേ മനസ്സിലിട്ട് താലോലിച്ചതാ. ഇനിയിപ്പോ അവിടെ വേറൊരു പെണ്ണിനെ പ്രതിഷ്ഠിക്കാൻ വയ്യ. ദയവ് ചെയ്ത് രാജി എന്നെ നിരാശനാക്കരുത്. ഇത് പറയാനാ ഞാൻ രാജിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇല്ല രഘു, എന്റെ മനസ്സും ശരീരവും എന്നും കൃഷ്ണയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. എന്തെങ്കിലും ഒരിക്കൽ അവൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ ജീവിക്കുന്നത്. ശരി, എന്നെങ്കിലും ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റ രാജി വരണം എന്റെ ജീവിതത്തിലേക്ക്. അതുവരെ ഞാൻ കാത്തിരിക്കും, നിനക്ക് വേണ്ടി മാത്രം. ദുഃഖഭാവം കുടിയേറിയ മുഖവുമായി രഘു റെസ്റ്റോറന്റിൽ നിന്ന് പുറത്തിറങ്ങി. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. നാളെ കാണാം.